കുമാർ അതിനൊരു മറുപടി. അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ പ്രതിപക്ഷത്തിന് എന്ത് സംഭവിച്ചാലും ഒരറ്റത്ത് കൊണ്ടുവന്നു അത് CPM-ലും LDF-ലും കൊണ്ടുപോയി വെക്കണം. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സഖാവ് പിണറായി വിജയന്റെ തലയിട്ട് വയ്ക്കും, ചർച്ചയുടെ അടുത്ത ഗ്രൗണ്ടിൽ അദ്ദേഹം വയ്ക്കും. കാരണം അവരുടെ ഒരു പൊതു അജണ്ടയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം 110-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. കവർച്ചയടക്കം ഡെക്കോയിറ്റി അടക്കം 395 ലൈഫ് ഇംപ്രസ്മെന്റ് കിട്ടുന്ന വകുപ്പുകളടക്കം വച്ച് സമയബന്ധിതമായി അന്വേഷണം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ ആ കവർച്ചയാണല്ലോ ഒഫൻസ്. ആ കവർച്ചയുടെ ഭാഗമായി ആരൊക്കെയാണ് ഉൾപ്പെട്ടത്, അതിൻ്റെ കോൺസ്പിറസി ആരാണ്, അതിൽ ആരൊക്കെയാണ് സഹായം ചെയ്തത്, അവരാണല്ലോ പ്രതിയായിട്ട് വരിക. 22 പ്രതി. ഇല്ല ഏതെങ്കിലും തരത്തിൽ കവർച്ചയുടെ ഗൂഢാലോചനയിലോ കവർച്ചയുടെ ഘട്ടത്തിലോ കെ സുരേന്ദ്രനോ മകനോ മറ്റാരെങ്കിലും ഉൾപ്പെട്ടതായിട്ട് ആർക്കും ആരോപണമില്ല. മറിച്ച് ഈ പണം, കവർ ചെയ്യപ്പെട്ട പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൻ്റെ ഭാഗമായിട്ടുള്ള പണം കണ്ടെത്തേണ്ടത്. അത് കള്ളപ്പണമാണെന്നും വരവിൽ പെടാത്ത പണമാണെന്നും ടാക്സ് കൊടുക്കാത്ത പണമാണെന്നും ആ ഒഫൻസ് PMLA ആക്ട് പ്രകാരമാണ് അന്വേഷിക്കാൻ കഴിയുക. കവർച്ചയുടെ ഒരു ഘട്ടത്തിലും BJP-യുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഉൾപ്പെട്ടതായിട്ടില്ല. മറിച്ച് ഇങ്ങനൊരു പണം വരുന്നുണ്ട്, ആ പണം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തും, അത് കവർ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയിൽ BJP-യുടെ പ്രാദേശിക നേതാക്കന്മാരടക്കം പ്രതിപട്ടികയിലുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടാണ് അന്വേഷിച്ചത്. അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന് ഈ റിപ്പോർട്ടിന്റെ കോപ്പി കൊടുക്കുന്നു, അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പി കൊടുക്കുന്നു, വിശദമായിട്ടുള്ള കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നു. കാരണം ഇതൊക്കെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതേപോലെ തന്നെ ED-ക്ക് വിശദമായി പലതവണ കത്ത് കൊടുക്കുന്നു. ഇതല്ലേ സംസ്ഥാന പോലീസിന് നിയമപ്രകാരം ചെയ്യാൻ കഴിയുക? 3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്, അതിൽ ഒരെണ്ണം ഇലക്ഷൻ കമ്മീഷനാണ്, 2 ഏജൻസിക്കും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും കൊടുക്കുന്നു. 3-3.5 കൊല്ലം അടയിരുന്നു ആ അന്വേഷണത്തിൽ. ഇപ്പൊ ഈ കൊടുത്ത കുറ്റപത്രം കൊടുക്കാൻ 4.5 കൊല്ലം വേണ്ടി വന്നല്ലോ. കൃത്യമായി പറഞ്ഞാൽ 7/4/2021 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസല്ലേ ഇത്. ആ കേസാണ് ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയി, അതായത് 2025 ആയപ്പോൾ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിൽ ഹൈക്കോടതി എത്ര തവണ ഇടപെട്ടു, ഹൈക്കോടതി എത്ര തവണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ, അന്വേഷണത്തിന്റെ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഘട്ടത്തിലെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ BJP-യുമായി ബന്ധപ്പെട്ട ആളാണോ പ്രതിയായിട്ട് വരുന്നത്, അത് CBI ആയാലും NIA ആയാലും ED ആയാലും കസ്റ്റംസ് ആയാലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരെ വെളുപ്പിച്ചെടുക്കും. ഒരു പ്രതിപക്ഷ പാർട്ടികളെ പിളർക്കാൻ NCP എങ്ങനെയാണ് പിളർന്നത്, ശിവസേന എങ്ങനെയാണ് പിളർന്നത്, പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള കുറ്റപത്രത്തിനെതിരെ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ഈ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണം, ഹൈവേ കവർച്ച അന്വേഷിച്ചിട്ടുള്ള പോക്ക്, ഇവിടെ നിന്ന് ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് തമസ്കരിച്ചുകൊണ്ട് അതിന്മേലേക്ക് ഒരു നോട്ടം പോലും ഉണ്ടാകാതിരുന്ന ഒരു കുറ്റപത്രം, അതിന്മേൽ എന്താണ് സംസ്ഥാന സർക്കാർ ഇനി ചെയ്യുക? അല്ല, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡെക്കോയിറ്റി കേസിൽ 395 IPC കേസിൽ ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ വിചാരണയുമായിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന ഈ PMLA ആക്ട് പ്രകാരം ED നടത്തിയിരിക്കുന്ന ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ നിയമപരമായിട്ട് എന്താണോ ചെയ്യാൻ കഴിയുക അതാണ് പരിശോധിക്കുക. ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ഒഫൻസ് കണ്ടതാണ്, പണം കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ ഓഫീസിലുണ്ടായിരുന്നു, എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം കഴിയുമ്പോൾ മധ്യമേഖലാ സെക്രട്ടറി കാശിനാഥൻ BJP-യുടെ, അതുപോലെ ജില്ലാ ട്രഷറർ സുജയ് സോഹൻ, അതുപോലെ തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായ റഷീദ്, ഇവരെല്ലാം കൂടി അങ്ങോട്ട് വരുന്നു. 3-ാം തീയതി നടന്ന സംഭവത്തിന് 7-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഈ 4 ദിവസം കൊണ്ട് പരാതി കൃത്യമായി ഫ്രെയിം ചെയ്യുന്നു. അന്നേരം 10 ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് 25 ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് പരാതി പറയുന്നത്. അപ്പൊ BJP-യുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? 25 ലക്ഷമേ ഡ്രൈവറോട് പറഞ്ഞിരുന്നു, പക്ഷെ ഡ്രൈവറുടെ മൊഴിയല്ല, അങ്ങനെയല്ല, ഞാൻ വെരിഫൈ ചെയ്തു, എന്നോട് പരാതി കൊടുക്കുമ്പോൾ 25 ലക്ഷം പറഞ്ഞാൽ മതി എന്നാണ്. കാരണം 3.5 കോടി വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളത്. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാത്തിലും കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് BJP സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടൽ കയ്യോടെ പിടികൂട്ടപ്പെട്ടതിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി ഏതറ്റം വരെയാണ് പോകാൻ കഴിയുന്നത് അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് തന്നെ നടപടി സ്വീകരിക്കും. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം ചലഞ്ച് ചെയ്യപ്പെടാം. കാരണം ഇത്തരം തെളിവുകളെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഈ 25 ലക്ഷം എന്ന് പറയുമ്പോഴും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പണവും സ്വർണം, വാച്ച്, മറ്റ് വാല്യൂബിൾസ് അടക്കം, അതുപോലെ തന്നെ വീതിച്ചെടുത്ത പണം, ഇതിന്റെ എല്ലാം എവിഡൻസ് കൃത്യമായിട്ടുണ്ട്. അതിനുശേഷം 41.1 കോടി രൂപ കേരളത്തിലേക്ക് വന്നതായിട്ടും ഓരോ ജില്ലയിൽ കൊണ്ടുപോയി വിതരണം ചെയ്തതിന്റെ എല്ലാം ഓറൽ എവിഡൻസ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രധാന സാക്ഷിയെ പോലും ചോദ്യം ചെയ്യാൻ ED തയ്യാറാകുന്നില്ലെങ്കിൽ ആ ED-യുടെ വിശ്വാസ യോഗ്യത ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. അങ്ങ് ആദ്യം സൂചിപ്പിച്ചില്ലേ, 0.46% ED-യുടെ കൺവിക്ഷൻ റേറ്റ്. 0.46, അതായത് 100 കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൽ ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെടുന്നില്ല.
126 നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 119 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ്. ബാക്കി 6 കേസുകളിൽ 3 ഇടയ്ക്ക് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, 2 ട്രയൽ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. ഒരു കേസിലും ശിക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും പ്രതിപക്ഷ നേതാക്കന്മാരെ അങ്ങ് വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ച് BJP ആക്കാനും അതുപോലെ അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും വിശ്വാസയോഗ്യതയില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി ED അധംപതിച്ചിരിക്കുന്നു. സുപ്രീം കോടതി തന്നെ പലതവണ EDയുടെ അറസ്റ്റ്, EDയുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജയിലിലടക്കൽ, EDയുടെ റിപ്പോർട്ടുകൾ വൈകുന്നത്, വിചാരണ വൈകിപ്പിക്കുന്നത്, പ്രോസസ് ഈസ് ദി പണിഷ്മെന്റ് എന്ന രൂപത്തിൽ തന്നെ സുപ്രീം കോടതി വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് EDയുടെ വിശ്വാസയോഗ്യത തകർക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പൊതുവെ പൊതുസമൂഹം ഇതിൽ ഗൗരവത്തോടെ കാണേണ്ടതാണ്. BJP നേതാക്കളെ തൊടില്ല, എത്ര വലിയ അഴിമതി ആരോപണം വന്നാലും തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കുറ്റപത്രം. പക്ഷേ തിരൂർ സതീഷ്, ഈ കേസിലെ സാക്ഷിയായ തിരൂർ സതീഷ്, 4 വർഷത്തിന് ശേഷം വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന് BJP ദേശീയ നേതൃത്വത്തിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്, മോദി ഭരണത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ അന്വേഷണം ഇനിയും നടന്നേക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പുലർത്തുമ്പോൾ ഇവിടുത്തെ പുതിയ സംസ്ഥാന നേതൃത്വത്തോട് ഈ കാര്യങ്ങൾ അദ്ദേഹം ബോധിപ്പിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇടപെടൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.